യെസ്, വെൽക്കം ടു ജ്യോതിർമയ ടാറ്റ് വേൾഡ്. പുതിയൊരു റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. സുഖാന്വേഷണമൊക്കെ നടത്തിയവർക്കും എനിക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരുന്നവർക്കും എല്ലാവർക്കും സ്നേഹം, എല്ലാവരോടും സ്നേഹം, നന്ദി. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും അതിൽ വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പ്, കരിയർ, അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ. ഇത് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണമെന്നില്ല. കൃത്യമായിട്ട് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് തന്നെ എടുക്കണം. അപ്പം എന്തെങ്കിലും കാര്യത്തിന് പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ്, Seven of Swords, Three of Swords, Hermit, Hanged Man, Justice, Star, Ace of Cups, the Tower, Three of Wands, Ace of Swords. ബോട്ടം കാർഡ് നൈറ്റ് ഓഫ് വാൻഡ്സ്. ഇപ്പോൾ ഇതാണ് സ്പ്രെഡ്. ഫസ്റ്റ് തന്നെ വന്നത് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് നിങ്ങളുടെ പ്രവൃത്തിയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നവരാണെന്നാണ്. നിങ്ങളിപ്പോൾ എവിടെയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ച്, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതായത് എന്താണ് വേണ്ടതെന്ന് ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ എപ്പോഴായാലും ലൈഫിൽ എന്താണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ധാരണയുള്ളവരാണ് എന്നാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നാണ്. നിങ്ങളെ തന്നെ ഒരു ആത്മപരിശോധന നടത്തുകയും എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, അല്ലെങ്കിൽ തനിക്കുള്ള നെഗറ്റീവ് എന്താണ്, അല്ലെങ്കിൽ പോസിറ്റീവ് എന്താണ് എന്നൊക്കെ തിരിച്ചറിയാൻ കഴിവുള്ളവരാണ് എന്നാണ്. ചിലരുടെയൊക്കെ എനർജി ഓൾറെഡി അതുള്ളവരായിരിക്കും. ചിലർക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സെൽഫ് അവേക്കണിങ്, അതായത് നിങ്ങളെക്കുറിച്ചൊരു തിരിച്ചറിവില്ലാതിരുന്നെങ്കിൽ അത് തിരിച്ചറിയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പലരും വരുന്നു എന്നാണ്. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളത് നേടിയിരിക്കുന്നു. നിങ്ങൾക്ക് പല തിരിച്ചറിവുകളും ഉണ്ടായിരിക്കുന്നു. സത്യമേത മിഥ്യേതം തിരിച്ചറിയാൻ നിങ്ങൾക്കിപ്പോൾ കഴിയുന്നുണ്ടെന്നാണ്. കുറേ പേർക്ക് നേരത്തെ ഓൾറെഡി അത് കഴിവുള്ളവരായിട്ടാണ് കാണുന്നത്. അങ്ങനെ തനിക്ക് ചുറ്റും നടക്കുന്ന അല്ലെ താൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചൊക്കെ സ്വയം വിലയിരുത്താനും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ രീതിയിൽ കാണാനും കഴിയാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവുള്ളവരാണ് കുറച്ച് പേര് ആ ഒരു അവസ്ഥയിലേക്ക് വരുന്നു എന്നാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ട്, എന്താണ് ഞാൻ മാറ്റേണ്ടത്, എൻ്റെ സ്വഭാവത്തിലായാലും പെരുമാറ്റത്തിലായാലും എന്തു മാറ്റമാണ് വരുത്തേണ്ടത്, അല്ലെങ്കിൽ കരിയറിൽ, നിങ്ങൾ ലൈഫുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിലും എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്
അല്ല എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ ഐഡിയ നിങ്ങൾക്കിപ്പോൾ വന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ചെറിയ സ്റ്റെപ്സ് അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തുന്നതിലൂടെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്താൽ നിങ്ങളെ വളരെ ക്ലോസ് ആയിട്ടുള്ളവർക്കൊക്കെ വലിയൊരു മാറ്റം തന്നെ വരുത്താൻ പറ്റും എന്നാണ്. അത് ലവ് ലൈഫ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്സിലായിക്കോട്ടെ. റിലേഷൻഷിപ്സ് എന്ന് പറയുമ്പം സിബ്ലിങ്സ്, പേരൻസ്, അങ്ങനെ അല്ലാതെ വരുന്ന റിലേറ്റീവ്സ്, അതൊക്കെ റിലേഷൻഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ റിലേഷൻഷിപ്പാണ്. അതുപോലെ തന്നെ കരിയർ ആയാലും. അതുപോലെ എടുത്തു പറയേണ്ടത് ഫിനാൻസാണ്. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം വരുത്താൻ പറ്റുമെന്നാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം വെല്ലുവിളികൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും, എന്തൊക്കെ ഓപ്പോസിഷൻസ് ഉണ്ടായാലും അതിനെയൊക്കെ നിങ്ങൾ നല്ല കോൺഫിഡൻസോടു കൂടി തന്നെ ഫേസ് ചെയ്യുന്നതാണ്. ഏത് കാര്യവും നിങ്ങൾ നല്ല സ്മാർട്ടായിട്ട് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തിയാൽ മാത്രമേ ലക്ഷ്യത്തിലെത്തുന്നവരെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നാണ്. നേരായ മാർഗത്തിലൂടെ കാര്യങ്ങളെ കാണുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും നേരല്ലാത്ത കാര്യങ്ങൾക്ക്, അതായത് അധാർമികമായ കാര്യങ്ങൾക്കെതിരെ പോരാടുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ സക്സസ് ആവുകയും ചെയ്യുമെന്നാണ്. അതുപോലെ നിങ്ങൾ ഒരുപാട് ഹാർട്ട് ബ്രേക്സിനെ ഫേസ് ചെയ്തവരാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടാവാം, ആരിൽ നിന്നൊക്കെ സെപ്പറേഷൻ വന്നിട്ടുണ്ടാവാം, ആരെങ്കിലും ഉപേക്ഷിച്ച് പോവുമോ, അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ, എന്തൊക്കെയോ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ലൈഫിൽ. ഒരുപാട് ഡീപ്പായിട്ട് സങ്കടങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ 3 ഓഫ് സോഡ്സിൻ്റെ എനർജി അതാണ് പറയുന്നത്. ഹാർട്ടിൽ 3 സോഡ്സ് കുത്തി ഇറക്കുന്ന വേദന, അതായത് അത്രയും വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുള്ളവരാണ്. അപ്പോൾ ആ വേദനകളെ ഓവർകം ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാണ്. ലൈഫ് ഇതല്ല. ലൈഫിൽ ഇനിയും ഒരു നെക്സ്റ്റ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ജീവിതമുണ്ട്. അപ്പോൾ അങ്ങനെ കഴിയുന്നവർ, ആ ഒരു സങ്കടത്തിൽ ദുഃഖത്തിൽ കഴിയുന്നവർ, അത് ചേഞ്ച് ആയേ പറ്റൂ എന്നാണ്. അപ്പോൾ അതിന് നിങ്ങൾ ഓവർകം ചെയ്യണം. അതിന് നിങ്ങളെ അവസ്ഥയിൽ നിന്ന് തരണം ചെയ്ത് മുന്നോട്ട് വരാൻ ഡിവൈൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓൾറെഡി അതിന് പവർ ഉള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതിന് സാധിക്കുമെന്നാണ്. അതുപോലെ തന്നെ ഇവിടെ ഹെർമിറ്റിൻ്റെ എനർജി വന്നിട്ട് നിങ്ങൾ പലരും ഒരു സ്പിരിച്വാലിറ്റിയുടെ ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളുടെ ജീവിതത്തിൽ വരുന്ന വേദനകളും അപ്പ് ആൻഡ് ഡൗൺസും, അങ്ങനെ ഒരുപാട് വരുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ഹൃദയവേദന, അതുപോലുള്ള ഹൃദയവേദനയിൽ നിന്നാണ് നമ്മൾ കൂടുതലും ആൾക്കാർ സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്നത്. അല്ലാതെ ആ മാർഗത്തിലേക്ക് വന്നവർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ ദൈവത്തോടടുക്കുന്നു, നമ്മുടെ എന്താ പറയുക, ആ ഒരു ഇതിലൂടെ നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ്. ആ ഒരു ജീവിതത്തിലുണ്ടായിരുന്ന ലോൺലെസ്, ഒറ്റപ്പെടൽ, അതിൽ നിന്നൊക്കെ നിങ്ങൾ മുക്തരായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ആ അവസ്ഥയിലേക്ക് വരണം. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നാണ്. ആ ഒരു പാതയിലേക്ക് നിങ്ങൾ വന്നു. ആ ഒരു അത്രയും പവർഫുള്ളായിട്ടുണ്ട് നിങ്ങളെന്നാണ്. നിങ്ങൾ ആ ഒരു ഡിവൈനുമായിട്ട് അത്ര കണക്റ്റഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഓൾറെഡി ഈ സ്റ്റേജസ് എല്ലാം ഫേസ് ചെയ്തവർ അതിൻ്റേതായ മാറ്റങ്ങൾ, പ്രോഗ്രസ് അവർക്ക് വന്നിട്ടുണ്ട്. കുറേ പേരെങ്കിലും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ ഗോത്രൂ ചെയ്യുന്നവരുണ്ടാവും. അവർക്കൊക്കെ പറയുന്ന യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആ പവറുണ്ട്. അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് വരണമെന്നാണ്. ഇവിടെ ചിലരൊക്കെ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ എന്താ പറയുക സ്റ്റക്കായിട്ട് വളരെ പെയിൻഫുൾ കണ്ടീഷനിലൂടെ തന്നെ ഒരു മോചനമില്ലാതെ കരഞ്ഞ് നിലവിളിച്ചും എന്താ പറയുക സ്വയം പഴിച്ചും അങ്ങനെയൊക്കെ ദൈവത്തെ കുറ്റപ്പെടുത്തിയൊക്കെ ജീവിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് വാണിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്കും കൂടെ ദോഷമായിട്ട് വരും, അല്ലെങ്കിൽ അവരെയും കൂടെ അത് ബാധിക്കും. അപ്പോൾ നിങ്ങളാണ് അവരെയെല്ലാം മാറ്റേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ സ്വയം ചേഞ്ചായിട്ട് അവരെയും കൂടെ മാറ്റിയെടുക്കുക, അവരുടെ ലൈഫിൽ ഒരു സന്തോഷം ഒരു ഇതാക്കി കൊണ്ടുവരിക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങൾ മാറിയേ പറ്റൂ എന്നാണ്. ഇവിടെ ജസ്റ്റിസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള വേദനകൾക്ക്, ബുദ്ധിമുട്ടുകൾക്ക്, വെല്ലുവിളികൾക്ക്, സ്ട്രഗിൾസിന് ഒക്കെയും ഒരു നീതി റിസൾട്ട്
കിട്ടാൻ പോകുന്നതാണ്. ഒരു ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്നാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഒരുപാട് റിസ്ക് എടുത്തത്, ഹാർഡ് വർക്ക് ചെയ്തത്, അതിനുള്ള റിസൾട്ട് നല്ല ഗ്രേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നാണ്. ആ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ തിങ്കിങ് അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ തോട്ട്സ് ടോട്ടലി മാറണം. ആ ഒരു സ്റ്റക്കായിട്ടുള്ള അല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിങ്ങൾ മാറണം. അത് മാറുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കി നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടിത്തുടങ്ങുമെന്നാണ്. ഇപ്പം നിങ്ങളെ ചീറ്റ് ചെയ്ത് പോയ വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറായിട്ടായാലും റിലേഷൻഷിപ്പായും ഓൾറെഡി പറഞ്ഞു. ഇത് ഏത് രീതിയിലായാലും നിങ്ങൾക്ക് കിട്ടിയ ആ വേദനകൾ അല്ലെങ്കിൽ ആ ഒരു നഷ്ടം, ലോസ്, അതിനെയൊക്കെ നിങ്ങൾ മനസ്സിൽ നിന്ന് ആ നെഗറ്റീവ് എനർജീസിനെ എല്ലാം നിങ്ങൾ ഒഴിവാക്കുക, പോസിറ്റീവായി തിങ്ക് ചെയ്യുക. എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ആ നല്ലൊരു റിസൾട്ട് വരുള്ളൂ. നിങ്ങളുടെ സ്റ്റാറിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരും. അതാണ് നിങ്ങൾ പലരും യൂണിവേഴ്സിൻ്റെ അബണ്ടൻ്റ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സിന് അർഹരായവരാണെന്നാണ്. അതൊരു പക്ഷേ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ ടവറിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. കുറേ പേരെങ്കിലും പറഞ്ഞല്ലോ ഓൾറെഡി ആ ഒരവസ്ഥയിലാണ്, ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഈ ടവർ എന്ന ആ ഒരു എനർജിയെ നിങ്ങൾ നീക്കം ചെയ്യാം. കുറേ പേരൊക്കെ നിങ്ങളുടെ ലൈഫിൽ ആ പഴയ ആ ഒരു ഓർമ്മയിൽ നിന്നും ആ ഒരു ആറ്റിറ്റ്യൂഡിനെയൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കി നിങ്ങൾ ജീവിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ്. പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു ഇതിൽ കുറേ പേരൊക്കെ. പക്ഷേ കുറേ പേരുടെ എനർജി എന്ന് പറയുന്നത് ഈ ഒരു ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നവരുടെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അത് നിങ്ങൾ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. യൂണിവേഴ്സ് അതിനെ നിങ്ങളെ പ്രാപ്തരാക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഇതിപ്പോൾ ജനറൽ റീഡിംഗ് ആയതുകൊണ്ടാണ് രണ്ട് സൈഡും പറയുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി പേഴ്സണൽ റീഡിംഗ് എടുത്താൽ അവരുടെ ലൈഫിൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ജീവിതത്തിൽ വരുന്ന സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, വെല്ലുവിളികളൊക്കെ യൂണിവേഴ്സിലേക്ക് അടുപ്പിക്കാനുള്ള ഓരോ വഴികളാണ്. ഇപ്പം നമ്മൾ പലരും യൂണിവേഴ്സിലേക്ക് ആ ഒരു ഡിവൈൻ പവറിലേക്ക് അടുക്കേണ്ടവരാണ്. നമ്മുടെ ജന്മലക്ഷ്യം അതായിരിക്കാം. യൂണിവേഴ്സിന് അറിയൂ, നമുക്കറിയില്ല. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ കാര്യങ്ങളും നമ്മളറിയാതെയാണ്. ഇപ്പോൾ നമ്മൾ ആ ഒരു പാതയിലേക്ക്, ആ ഒരു വഴിയിലേക്ക് നമ്മളെ എത്തിക്കുമെന്നുള്ളതാണ് വേറെ സത്യം. ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സ്റ്റാറായിട്ട് തീരാം. കലാപരമായ കഴിവുള്ളവർക്കൊക്കെ ഒരു പക്ഷേ ആ രീതിയിൽ സ്റ്റാറാവാം. അല്ലെങ്കിൽ നിങ്ങൾ ഹോപ്പാണ് അവിടെ. നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഒത്തു ഉയരാൻ പറ്റും. ഓരോരുത്തരുടെയും ആഗ്രഹം, അഭിലാഷം സെപ്പറേറ്റ് ആയിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെന്നാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ലവിലൊരു തുടക്കം കാണുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ആയാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ന്യൂ ഫീലിങ്സ്, ഇമോഷണൽ അവേക്കണിങ് ഒക്കെ. അതുപോലെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അതെന്തായാലും, എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ, എന്ത് തുടങ്ങാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ്, ഹാപ്പിനെസ്, പീസ്, അങ്ങനെ ലൈഫിൽ ഒരുപാട് സന്തോഷം, അബണ്ടൻസ്, സ്പിരിച്വൽ ഫുൾഫിൽമെൻ്റാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ഏറ്റവും വേണ്ടത്. മറ്റെല്ലാം എന്താ പറയുക, താൽക്കാലികമാണ്, അല്ലെങ്കിൽ അതിനൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആ ഒരു മാർഗത്തിലേക്ക് എത്താൻ എല്ലാവർക്കും ഒന്നും സാധിക്കില്ല. സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ് വരുമ്പോൾ എല്ലാ അബണ്ടൻസും തനിയെ വരുമെന്നാണ്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് ഹാൻഡ്സ് ആണ് ബോട്ടം എനർജി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലും മജോറിറ്റി ആയിട്ടുള്ള ആൾക്കാരും വേദനിപ്പിക്കുന്ന ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുക. ഓൾറെഡി നമുക്ക് ഫസ്റ്റ് ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ എല്ലാ പവറും ഉണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾ തിരിച്ചറിയാതിരിക്കുന്നവരാണ് നിങ്ങൾ കൂടുതലും. അപ്പോൾ അതിനെ യൂണിവേഴ്സിൻ്റെ തീരുമാനം എന്താണെന്ന് മനസ്സിലാക്കുക. അതിലേക്ക് നിങ്ങൾ
എത്തുന്നതിന് ചെയ്യും. അതിനുള്ള എത്രയും പെട്ടെന്ന് അത് നിങ്ങൾ മനസ്സിനെ അതെല്ലാം ഓവർകം ചെയ്ത് ആ ഒരു നെഗറ്റീവ് തോട്ട്സിനൊക്കെ ഇല്ലാതാക്കി ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു, അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ അബണ്ടൻസ് എല്ലാം വരികയും ചെയ്യും എന്നതാണ്. നെഗറ്റീവ് തോട്ട്സ് ഉള്ളിലുള്ളിടത്തോളം കാലം അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഏസ് ഓഫ് സോഡ്സും ഏസ് ഓഫ് കപ്സും ഒക്കെ ഏസിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പ്രോഗ്രസ്സും നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്, നിങ്ങൾക്കത് സാധിക്കുമെന്നാണ്. പുതിയ കാഴ്ചപ്പാടുകളുണ്ടാവുക, അതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കുക, അതിലൂടെ നിങ്ങൾക്ക് വിക്ടറി, അതുപോലെ തന്നെ ന്യൂ ഐഡിയാസ് വരും. അതിലൂടെ നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അബണ്ടൻസാണ്. ബോട്ടം കാർഡ് നൈറ്റ് ഓഫ് വാൺസ്. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ കൂടുതൽ പേരും. എത്രയും പെട്ടെന്ന് അത് സാധിക്കട്ടെ. അതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. നിങ്ങളുടെ ചിന്തയ്ക്കും പ്രവൃത്തിക്കും അനുസരിച്ചിരിക്കും നിങ്ങളിലേക്ക് വരുന്ന അബണ്ടൻസ്. എത്ര അതിനുള്ള താമസം, അതിനുള്ള ടൈം തീരുമാനിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. ഓക്കെ, താങ്ക് യു.